ഹായ് ഗായ്സ്, അപ്പോൾ ഞാനൊരു പുതിയ വേ പ്രോട്ടീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കത് വയ്യെ പൊളിച്ചെടുക്കാം. ഫസ്റ്റത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഇതാണ് സാധനം, വേ പ്രോട്ടീൻ 100% വേ ആണ്. ബാക്കിൽ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മുടെ ജിമ്മിൽ ആശാനൊക്കെ യൂസ് ചെയ്യണതാണ്. ഇത് 2 kg ആണ്ട. പിന്നെ എന്താ പറയാ, ഞാൻ കൂടുതലൊന്നും പറയാറില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊട്ടിക്കണം. ഒരു ബ്ലേഡ് എടുത്തിട്ട് ഒന്ന് പട്ട കീറി ഇതാണ് ഐറ്റം. ഇത് കുക്കീസ് ആൻഡ് ക്രീമാണ് കേട്ടോ. അതാണ് ആ സാധനമൊക്കെ കിടക്കുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, നല്ല സ്മെല്ലുണ്ട്. നല്ല കുക്കീസ് ആൻഡ് ക്രീമിൻ്റെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആഹാ, കൊള്ളാം. അപ്പം ഇതിൻ്റെ സ്കൂപ്പ് കണ്ടുപിടിക്കാൻ അടുത്ത പരിപാടി. സാധനം സീനാണ്. ഞാനിപ്പോൾ വരാം. അപ്പം ഞാൻ വന്ന് ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റും. കാരണം സാധനത്തിൻ്റെ അടിയിൽ എവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് തപ്പിയെടുക്കണം. കിട്ടി കിട്ടി കിട്ടി. ഇവിടെയോ തട്ടയുന്നുണ്ട്. ഷോ ഇതൊരു വേറെ ടൈപ്പ് സ്കൂപ്പാണ്. ഇത് എന്തത്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്കൂപ്പ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു ബ്രാൻഡിന് ചിലപ്പോൾ ഇങ്ങനെയും കൊടുക്കണം. ഇതില് കൊടുത്തേക്കണം എന്താന്ന് വെച്ചാൽ ഒരു സ്കൂപ്പ് 25 gram പ്രോട്ടീൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കിത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വലിയ പിടുത്തൊന്നുമില്ല. വൺ സ്കൂപ്പാണ് എടുത്തേക്കണം. സ്കൂപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു 200 gram അത് നമുക്ക് അടച്ചോക്കാം. ഇനി കാറ്റ് കയറ്റി നശിപ്പിക്കണ്ട. അടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു 200 gram 200 ml മതിയാവും. 250 വരെ ഉണ്ട്. കുറച്ചുകൂടി ആഡ് ചെയ്ത് നോക്കാം. ഇത് മതി, ഇത്രയും വെള്ളം മതി. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ ഷേക്കിംഗ് പരിപാടിയിലോട്ട് പോകാം. ഒക്കെ ഒരു 30 seconds എങ്കിലും നല്ലോണം ഷെയ്ക്കാണ്. എന്നാലും ഈ സാധനമൊക്കെ
ഡൈലൂട്ട് ആവുള്ളൂ എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അത് മൂടും നമുക്ക് അടിച്ചടിച്ച് ഷേപ്പ് ചെയ്യാം. 8 സെക്കൻഡ് ആക്കില്ല, എന്നാലും വെള്ളത്തിന് ആഡ് ചെയ്യണം. കുറവ് എനിക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടണോ. ഫസ്റ്റ് ടൈമൊക്കെ ആയതുകൊണ്ട് ഈ കൈ കഴിച്ച് അടുത്ത കൈ പിടിക്കാം. അടിച്ചാൽ നല്ല ശീലമാണ്. 30 സെക്കൻഡ് ആയിട്ടുണ്ടാവും ഇപ്പോൾ. വേണമെങ്കിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ നല്ലോണം ഡൈല്യൂട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചില്ല് ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഒഴിച്ച് കാണിച്ചാൽ ഏകദേശം അറിയാൻ പറ്റുമല്ലോ. ഒരു മിനിറ്റ് ഗ്ലാസ് എടുത്തുള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടി പോയിട്ട് ഗ്ലാസ് എടുത്തിരുന്നു. നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടോ? ഇഫ് യു നോ യു നോ. സാധനം ഏകദേശം ഡൈല്യൂട്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഷേപ്പ് ചെയ്യാം. കുക്കീസ് ആൻഡ് ക്രീം ആണോ ഫ്ലേവർ? അപ്പോൾ അത് കുക്കീസിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഒഴിച്ചു കാണിച്ചു തരാം. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ഫുള്ളുണ്ട്. കൊള്ളാട്ടോ. നേരത്തെ യൂസ് ചെയ്ത പ്രോട്ടീൻ പൗഡർ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തിക്കുമാണ്. എന്നെല്ലാം ഓക്കെ ഷെയ്ക്ക് കൂടി ഇരിക്കും. എല്ലാം കലങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. നല്ല കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതാ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. കിട്ടില്ല സാധനം. പറയാതിരിക്കാൻ വയ്യ. ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല വേ പ്രോട്ടീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണം. ഞാൻ ഇതിന് മുന്നേ നാക് പ്രോയുടെ അതൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അത് വെള്ളം കുടിച്ചാൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അത്രയും സുഖം കിട്ടില്ല. കാരണം ചാത്ത പച്ചവെള്ളം കുടിക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ കുക്കീസ് ആൻഡ് ക്രീമിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ടാണോ അറിയില്ല, അത്യാവശ്യം നല്ല തിക്കാണ്. നമ്മളൊരു ചെറിയൊരു നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു ചെറിയ ഷെയ്ക്കൊക്കെ പോലെ ഇരിക്കും. കണ്ടോ? നല്ലൊരു ടേസ്റ്റ് നല്ല അടിപൊളി. ഈ റിസൾട്ടാണ് ഇതിൻ്റെ മെയിൻ. ഇത് നമുക്ക് കണ്ടിന്യൂസ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു മാസമൊക്കെ ഇങ്ങോട്ട് നോക്കട്ടെ. ഞാൻ 2 kg വാങ്ങിച്ചാണ്. അപ്പോൾ അത്യാവശ്യം 75 സെർവിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ ഞാൻ പറയാമല്ലോ. സംഭവം കൊള്ളാം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊരു മസ്റ്റ് എന്ന് പറയാം. അത്രയ്ക്കും നല്ല സാധനം. ഇത്തിരി വെള്ളം ഒന്ന് മിക്സ് ചെയ്തേ ഒന്ന് ഫിനിഷ് ചെയ്തേക്കാം. ഇതിൻ്റെ അകത്തും കുറച്ചുണ്ട്. അപ്പം അതെല്ലാം കൂടി ഒന്ന് കലക്കിയെടുത്ത് എന്നിട്ട് നോക്കിയേ ആ തിക്നെസ് ഉണ്ടോ. ഇപ്പൊ കുടിച്ചപ്പോഴാണ് വെള്ളത്തിന്റെ ഒരു ഫീൽ കിട്ടിയത്. നേരത്തെ നല്ലൊരു ഷേക്ക് കുടിച്ചൊരു ഫീലാണ്. എന്താ പറയാ, ബാൽക്കൺ ഫാം. ഇത് വേണ്ടവര് എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, വെറൈറ്റി ഒക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമന്റ് ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ്. ഇതെൻ്റെ ജിമ്മിലെ ആശാന എനിക്ക് എടുത്തതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ പുറത്ത് സെല് ചെയ്യണത് 8,000 സംതിങ് എന്തൊക്കെയാണ്. ഇതിനകത്ത് ഒരു പ്രൈസ് കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് തരും. ഒരു 6K ആ റേഞ്ചിനൊക്കെ നമുക്ക് 2 kg ഒക്കെ നിങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിത് മസ്റ്റായിട്ട് റെഫർ ചെയ്യും. കാരണം ഇത് 100% വേയാണ്. ഒരു ടെസ്റ്റിലൊക്കെ 100% പാസ്സായിട്ടുള്ള സാധനമാണ്. ബാക്കിയൊക്കെ 90, 75 അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വരുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയണത് എന്താണ്, ഫാറ്റ് 1.58, പ്രോട്ടീൻ 25 gram ഒരു സ്കൂപ്പ്, പിന്നെ കാൽഷ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, അയൺ,
പിന്നെ വിറ്റാമിൻസ് B1, B2, B3, B6, B12 അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഡൈജഷന് അടിപൊളിയാണ്. ഡൈജസീൻ 100 mg എന്തോ സാധനങ്ങളൊക്കെയാണ് അത്. സംഭവം കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞാൽ ബൾക്കിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബൾക്കിംഗ് പ്ലസ് കട്ടിങ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റും. കാരണം ഷുഗറും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കഴിച്ചതിൽ ഇപ്പോൾ വെച്ച് നോക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതിന് മുന്നേ ഞാൻ പിന്നെ GNCയുടെയൊക്കെയാണ് ട്രൈ ചെയ്തത്. അതും ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ആയിരുന്നു. മാക്രോയുടെയും ഞാൻ വാനിലയുടെ യൂസ് ചെയ്തത്. അത് ഗോൾഡ് ഐസൊലേറ്റഡ് കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അതും വലിയ സൂപ്പറാണ്, നല്ലതായിരുന്നു. പക്ഷേ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അതിന് 2000 സംതിങ് എന്തോ ഉള്ളൂ ഓൺലൈനിലൊക്കെ. ഒരു പനിയം വാങ്ങിച്ചേക്കുന്നത് നാക്രോയുടെ പ്ലാറ്റിനം 2600 സംതിങ് എന്തോ. അതിനും അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഫ്ലേവർ പിന്നെ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ തന്നെയാണത്. കൊള്ളാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ടവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് കൂടി ഞാൻ എൻ്റെ ബോഡി ഫിസിക്കും കൂടി ഒന്ന് കാണിച്ചേക്കാം. നിങ്ങൾക്കറിയാലോ കുറച്ച് കഴിയുമ്പോഴുള്ള ചേഞ്ചസ് ഒക്കെ എന്തായിരിക്കും. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതാണ് കറണ്ട്. ഇതാവുമ്പോൾ സെറ്റാക്കി എടുക്കണം. പോസിങ്ങൊന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യണം. ഫാറ്റ് ഉണ്ട്. ബാക്കി ഞാൻ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.